ഈ മാങ്ങ നിങ്ങൾ ഒറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ മാങ്ങ ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ. അത്ര സൂപ്പറാണ്. വെറൈറ്റി ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി സൂപ്പർ വേണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുക. ഓക്കെ, അടിപൊളിയാണ് ഈ മാങ്ങ, ബ്രൗൺ മാങ്ങ അച്ചാർ. ഓക്കെ, ബൈ ബൈ. കൈകൊള്ളൻ്റെ ചെകുട്ടി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ മാങ്ങ വെച്ചൊരു കലാപരിപാടി നടത്താൻ പോവുകയാണ്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തതായ ഒരു പരിപാടിയാണ്. ഇന്ന് ഞാനിതിവിടെ ചെയ്യുന്നതിനായിട്ട് ഞാൻ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് ഇഞ്ചിയും വേണം. അങ്ങനെ പല സാധനങ്ങളും ഈ ഒരു സംഭവത്തിന് വേണം. അപ്പോൾ ഞാനിതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഒരു അടിപൊളി സംഭവമാണിത്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നല്ലോണം നല്ലതുപോലെ കഴുകി എടുത്തിട്ട് ഈ മാങ്ങ ഞാൻ തൊലി കളയാതെ, അതായത് തൊലിക്കട്ടി കുറഞ്ഞ മാങ്ങ വേണം ഇതിന് ഉപയോഗിക്കാൻ. ഇച്ചിരി ദശകട്ടി, ഇതിൻ്റെ അണ്ടി ഉറയ്ക്കാത്ത മാങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്കങ്ങനെ കിട്ടാനില്ലല്ലോ, അതുകൊണ്ടിട്ട് ദശകട്ടി ഉള്ളതും തൊലി കുറഞ്ഞതുമായ മാങ്ങ എടുക്കണം. മൂവാണ്ടൻ മാങ്ങയൊക്കെ അതിന് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ എടുത്തിട്ട് ഇതുപോലെ അരിയണം. ഇത് നല്ലതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു തരി മഞ്ഞൾപ്പൊടി ചേർക്കുക. ഒരു തരി മഞ്ഞൾപ്പൊടിയും ഇതിന് കൊള്ളുന്ന ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് എന്നിട്ട് തിരുമുമല്ല, നല്ലതുപോലെ ഒന്ന് കുടയുമാണ് നമ്മൾ ചെയ്യുന്നത്. ആ മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇതാണ് എടുക്കുന്നത്. നടു കുഴിഞ്ഞ് ചീനിച്ചട്ടിയാണെന്നിട്ട് നമ്മൾ എണ്ണ ഒത്തിരി ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് നമുക്കിത് വറുത്ത് പോരണം. ഈ മാങ്ങായ നമ്മളിങ്ങോട്ട് അത് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ മാങ്ങ കുറേശ്ശെ ഇട്ടിട്ട് ഇതൊന്ന് വറുത്ത് പോരുക. എണ്ണ നല്ലതുപോലെ തിളച്ചു. ഇനി ഇതിൽ ഒരു കുറേശ്ശെയായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. കുഴഞ്ഞു പോകരുത്, അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ മാങ്ങ ഇടാവുള്ളൂ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതും ചെറിയ എന്തെങ്കിലും വെച്ചിട്ടേ ഇളക്കാവുള്ളൂ. കാരണം ഈ മാങ്ങായ അലിഞ്ഞ് ഇതാകിപ്പോകരുത്, പൊട്ടിപ്പോകരുത്. പൊട്ടാത്ത വിധത്തിൽ അതിനെയൊന്ന് വറുത്ത് പോകരുത്. ഇനി ഞാൻ മാങ്ങായ ഇങ്ങോട്ട് വറുത്ത് കോരി വെച്ചു. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി. അതും ആ മാങ്ങ പോലെ നീളത്തിലായിരിക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഓരോന്നും ഇനി കാരണം അതിൻ്റെ കനം കുറച്ചും കൂടിയൊക്കെ ആയ കാരണം ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനത് ഓരോന്നായിട്ട് എടുത്തിട്ട് വറുത്ത് കോരുവാണ്. കാരണം അത് കരിഞ്ഞാൽ പിന്നെ നമുക്കത് ഒന്നിനും കൊള്ളില്ല. എന്നിട്ട് ഇത് നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി സാധനങ്ങൾ ഇതിനകത്ത് ചേർത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഞാൻ നല്ല സൂപ്പറായിട്ട് കരികരാന്ന് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത് 3ഉം കൂടെ ഞാനങ്ങ് വറുത്തു. മാങ്ങായും വറുത്തെടുത്ത് വെച്ചു. ഇനി ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ബാക്കിയുണ്ട്, അത് മതി. വേറെ വെളിച്ചെണ്ണയൊന്നും നമുക്ക് എടുക്കണ്ട. ഇതാണ് ഇച്ചിരി കടുക് അതിനകത്തോട്ടിട്ടു. ആ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇച്ചിരി കരിയാപ്പില ഇട്ടു. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒത്തിരി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു പച്ചമുളക് ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ, അത് കാരണം കൊണ്ട് 1 സ്പൂൺ കുരുമുളക്, ഒരു 1/4 സ്പൂണ് ഉലുവ പൊടിച്ചത് ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂണ് ഇതുകൂടി ചേർക്കും, ഈ കായപ്പൊടി, അതും ചേർത്തു. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കുന്നത്.
അതിനകത്ത് എന്തൊക്കെ ചേർത്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാനിതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാം. ഇത് നമ്മുടെ മാങ്ങയാണ്, മാങ്ങ വറുത്ത് വെച്ചതാണ്. ഒറ്റയൊന്നു പോലും പൊട്ടുവോ പിന്നെ അതേപോലെ തന്നെ വെന്ത് അങ്ങോട്ട് അലിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തില്ല. നല്ല സുന്ദരമായിട്ടാണ് അത് അതിനകത്തിരിക്കുന്നത്. പിന്നെ ക്ഷമ ആവശ്യമാണ്, കാരണം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ ഇത് കൂട്ടാൻ പാടുള്ളൂ. അതാണ് ഞാനിതങ്ങോട്ടൊന്ന് വാങ്ങി വെച്ചിട്ട് ഇളക്കാം. ഇത് 2 ദിവസം ഇത് തണുത്ത് കഴിഞ്ഞ് നമ്മളത് നല്ല കുപ്പിയിലാക്കി അവിടെ വെക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇത് എടുക്കാൻ പാടുള്ളൂ, എങ്കിലേ നമുക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ചുമന്ന കറികളും ഒക്കെ കൂട്ടി നമ്മളൊക്കെ മടുത്തല്ലോ. അപ്പം നമുക്കിങ്ങനെയൊരു വെളുത്തതുമല്ല ഒരു ബ്രൗൺ നിറമുള്ള കറി, അതാ മാങ്ങ മൂപ്പിച്ചതാണ് ഇതിങ്ങനെ ബ്രൗൺ നിറമാകാൻ കാരണം. പിന്നെ നമ്മൾ ഇത് ചേർക്കുന്നില്ലല്ലോ, പത്തലമുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്ത് നല്ല അടിപൊളി ഒരു മാങ്ങ അച്ചാറാണിത്. ബ്രൗൺ കളറിലുള്ള ഒരു മാങ്ങ അച്ചാർ. ഇതിനകത്ത് ചേരേണ്ടതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ കറി കൂട്ടിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാങ്ങായും സാധനങ്ങളും ഒന്നും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, കമൻസ് ഇടണം. ഓക്കെ, ബൈ ബൈ. ഈ ബ്രൗൺ അച്ചാർ എത്ര നാളിരുന്നാലും ഇത് കേടാവത്തില്ല. കാരണം ഇത് മാങ്ങായ വെള്ളമല്ല നമ്മൾ പറ്റിച്ച് വറുത്ത് കോരിഞ്ഞെടുക്കുന്നത് കൊണ്ടിട്ട് ഈ മാങ്ങയ്ക്കകത്തെ വെള്ളമല്ല പറ്റിപ്പോയി. മാങ്ങായുടെ വെള്ളമാണ് മാങ്ങായെ പൂപ്പലിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടിട്ട് അതെല്ലാം പറ്റിപ്പോയത് കൊണ്ടിട്ട് അത് പറ്റിപ്പോയത് കൊണ്ട് ഇത് കുറച്ച് എത്ര നാൾ വേണമെന്ന് ഒരിക്കലും ഭരണിയിൽ ഇരുന്നോളൂ. അപ്പോൾ ഈ ഭരണിക്കകത്ത് നമ്മൾ ഇട്ട് നിറച്ച് കെട്ടി വെക്കുമ്പോൾ ആവശ്യത്തിന് ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചേച്ചിട്ട്, ചെറിയ ഡപ്പിയിലേക്ക് എടുത്ത് വെച്ചേച്ചിട്ട് അതിൻ്റെ ഇതിൻ്റെ മേലെ ഇതിപ്പം വിനാഗിരിയും എണ്ണയാണ്. ഇതിപ്പം നിങ്ങൾക്ക് ഇത് കൂട്ട് പിന്നെ വെളിച്ചെണ്ണയും വിനാഗിരിയാണ് ഇതിൻ്റെ സൈഡിൽ കിടക്കുന്നത്. അപ്പോൾ അതങ്ങനെ നമ്മൾ അതിനകത്ത് ഭരണിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ ഇത് മുകളിലേക്ക് വരും. അപ്പോൾ നമ്മളൊരു സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ മേലെ നല്ലൊരു വെള്ളത്തുണി എടുത്തിട്ട് ഈ എണ്ണയിൽ മുക്കി, എണ്ണയോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ മുക്കിയിട്ട് അതിൻ്റെ മേലെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നല്ലപോലെ ആ തുണി കൊണ്ട് പൊതിഞ്ഞ പോലെ ആക്കി വെച്ച് നല്ല പിന്നെ ഉറപ്പുള്ള അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കുക. ആവശ്യത്തിന് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ആ വെള്ളത്തുണി മാറ്റി വെച്ചിട്ട് നമുക്കിങ്ങനെ കുറേശ്ശെ കോരിയെടുത്ത് ചെറിയ ഡപ്പിയിലാക്കി നമുക്കിത് കഴിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഓരോ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതിപ്പോൾ എത്ര മാങ്ങ കിട്ടുമ്പോഴും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. വലിയ ചിലവൊന്നുമില്ല. ഇനി നല്ലെണ്ണയ്ക്കകത്ത് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. നല്ലെണ്ണയാണ് ഒന്നുകൂടെ നല്ലത്. എൻ്റെ അടുത്തിപ്പം നല്ലെണ്ണ ഇല്ലായിരുന്നു, തന്നെയല്ല ഇത് കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടിട്ട് ഞാൻ നല്ലെണ്ണ വാങ്ങിച്ച് തീർന്ന കാരണം കൊണ്ട് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ മാങ്ങയൊക്കെ നമ്മൾ നല്ലെണ്ണയിലാണ്, മാങ്ങ നാരങ്ങ ഇതൊക്കെ നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ടിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അടിപൊളി പിന്നെ അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.